ഹായ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറച്ച് സ്കിൻ പ്രോബ്ലംസ് നിങ്ങൾ പൊതുവേ ചോദിക്കാറുള്ളതിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. അപ്പോൾ വീഡിയോസ് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് സ്ഥിരം വരുന്നതാണ് നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ പിഗ്മെന്റേഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ട്. ആദ്യമേ ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്കൊരു പിഗ്മെന്റേഷൻ വരുമ്പോൾ അത് മാറ്റുന്നതിനപ്പുറം അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. എന്നിട്ട് അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റുന്ന കാര്യം കുറച്ചും കൂടി ഈസി ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വശത്തൂടെ മാറ്റും, ഇപ്പുറത്തെ വശത്തൂടെ അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ, നമ്മൾ ഈ ഓട്ടയുള്ള കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ഒരവസ്ഥ വരും. കാരണം ഉപയോഗം ഇല്ലാണ്ടായിപ്പോൾ. അതിനേക്കാളും നല്ലത് ഫസ്റ്റ് എന്തുകൊണ്ട് വന്നു അതിനെ നോക്കാം, ദെൻ നമുക്ക് മാറ്റാം. പിന്നെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴുത്തിന്റെ ബേക്കിലെ കറുപ്പ് കൂടും എന്നുള്ളതിനെ പറ്റി നമ്മൾ എപ്പോഴും അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ പാരമ്പര്യം. നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഇപ്പം നമ്മുടെ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ കഴുത്തിന്റെ ബേക്കിൽ കറുപ്പുള്ള സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണം എന്നുള്ളത്. അടുത്തതെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ, അതായത് ഒരയ്ക്കലും ഉണ്ട്. അതായത് നമ്മൾ കട്ടിയുള്ള മാല, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിറുവുന്ന ഡ്രസ്സുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് കാരണം നമ്മുടെ കഴുത്തിന്റെ അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരയ്ക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാരണം നമുക്കൊരു പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തതാണ് ഡയബറ്റിക് മെലിറ്റസ്. അതായത് നമുക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. അതായത് സ്കിൻ തിക്കാവും. ഈ തിക്നെസ് കാരണം നമുക്കൊരു കറുപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ പാൻക്രിയാസിൽ പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടും ഷുഗർ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ടും നമ്മുടെ സ്കിൻ തിക്കായിട്ട് മാറും. അത് കാരണം നമുക്കൊരു എന്താ പറയുന്നത്, അതൊരു വലിയ പ്രോസസ്സാണ്. ഞാൻ ചെറിയ മെത്തേഡേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കാരണം നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ മാത്രമല്ല, നമ്മുടെ കാൽമുട്ടിൽ, നമ്മുടെ തുടയിടുക്കുകളിലൊക്കെ നമ്മുടെ സ്കിൻ തിക്കായിട്ട് തുടങ്ങും. നമ്മുടെ കൈയുടെ അടിയിലൊക്കെ അണ്ടർആമിന്റെ ഏരിയസിലൊക്കെ തിക്കായിട്ട് വരും. ഈ തിക്നെസ് കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഫീച്ചർ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്താണ് ഒബിസിറ്റി. അതായത് നമുക്ക് വണ്ണക്കൂടുതൽ ഉണ്ടെങ്കിൽ അത് കാരണം നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് ഫാറ്റ് ഡിപ്പോസിഷൻ വരികയും നമ്മുടെ ബോഡിയിൽ ഫോൾഡുകൾക്ക് പിഗ്മെന്റേഷൻ വരുന്നതിന്റെ കാരണമായിട്ട് മാറും. അപ്പൊ ഇത്രയും റീസൺസ് കാരണമാണ് മെയിൻ ആയിട്ടും പിഗ്മെന്റേഷൻ നമ്മൾ വരുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, കാരണം ഇതൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ കാക്കി നാട്ടില് സൂര്യൻ ചേട്ടൻ. കാര്യം എന്തെന്ന് വെച്ചാല്, നമ്മുടെ സൂര്യന് നമ്മുടെ സ്കിന്നിന്റെ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. കാരണം സൂര്യനടിക്കും ടാനിങ് വരും. ഈ ടാനിങ്ങിന്റെ ഇന്റൻസിറ്റി കൂടും. കാരണം കഴുത്തിന്റെ ബേക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഒരു പ്രശ്നം കാരണം നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ പെട്ടെന്ന് പിഗ്മെന്റേഷൻ വരും. ഇത് കൂടുതലായിട്ട് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ മുടി പൊക്കി കെട്ടുന്ന സ്ത്രീകൾക്കൊക്കെയാണ് കാണപ്പെടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാത്ത കാരണം നമ്മുടെ അവിടെ കഴുത്തിന്റെ ബേക്ക് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, അഴുക്ക് അടിഞ്ഞിട്ടും നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരും. അത് കൂടുതലായിട്ടും അഴുക്കാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർ നോർമലായിട്ട് ചെയ്യുന്ന കുറച്ച് DIYs ആണ് നമ്മുടെ ലെമൺ, സോഡ, ടൂത്ത് പേസ്റ്റ്, പിന്നെ ഈ പതയുന്ന എന്തും നമ്മൾ അവിടെ ഇട്ട് തേക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂട്ടത്തേ ഉള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ നടക്കണം എന്തെന്ന് വെച്ചാൽ, പിഗ്മെന്റേഷൻ പോവുകയല്ല, നമ്മുടെ ഡെഡ് സ്കിൻ, അതായത് നിങ്ങൾ ഔട്ടർ ലെയർ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ഫോളിയേഷൻ കാരണം നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി, ആ ഒരു പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി കുറഞ്ഞതായിട്ട് തോന്നും. അതൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഫ്യൂച്ചറിലോട്ട് അതൊരു ബെനിഫിറ്റും ഇല്ല. മാത്രമല്ല, ഈ ഒരു കളയുമ്പോഴത്തേക്ക് അതിനുശേഷം നമ്മളവിടെ മോയ്സ്ചറൈസർ ഇടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ഇടുന്നില്ല. വീണ്ടും ഫ്രിക്ഷനും ഈ സാധനങ്ങളൊക്കെ വരുന്നത് കാരണം ഈ ഒരു പിഗ്മെന്റേഷൻ പോയതുപോലെ തിരിച്ചു വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ മാത്രമല്ല, ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അവിടെ ഒരു ഇറിറ്റേഷൻ വരും. ഇറിറ്റേഷൻ വന്നാൽ വീണ്ടും പിഗ്മെന്റേഷൻ വരും. ഓൾറെഡി പിഗ്മെന്റേഷൻ ഉണ്ട്, ഇറിറ്റേഷൻ കാരണം പിഗ്മെന്റേഷൻ വരുന്നതാണ് ഈ ഒരു പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്. മാറ്റണമോ DIYs അവോയ്ഡ് ചെയ്യുക. മാത്രമല്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ വന്നു എന്നുള്ള കാര്യത്തിനെ പറ്റിയും ചിന്തിക്കാം. ഇനി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കാം. ഇനി മാറ്റാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മാറ്റാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ. അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടൈറോസിനേസ് ഇൻഹിബിറ്ററും കൂടെ ആണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് കിട്ടും. കാരണം നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നു, കൂടെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ അണ്ടറിലോട്ട് ഇടയിൽ ചെന്നിട്ട് പിഗ്മെന്റേഷൻ വരുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു BHA ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതുമാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്.
നമ്മുടെ കഴുത്തിന്റെ ബേക്കിലായത് നമുക്ക് 5 മുതൽ 7 അല്ലെങ്കിൽ 8% വരെ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഫേസിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബോഡിയിലാകുമ്പോൾ നമുക്ക് 5 മുതൽ ഒരു 8% വരെ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്യൂ ഒന്നുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, പ്രഗ്നൻസിയുടെ സമയത്ത് ഫൈനാണ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ ഡെയിലി യൂസ് ചെയ്യാണ്ട് നിങ്ങൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുക. പ്രഗ്നൻസിയുടെ സമയത്ത് ഗ്ലൈക്കോളിക് ആസിഡിനെക്കാളും കുറച്ചും കൂടെ നല്ലത് നമുക്ക് ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് ആയിരിക്കും സേഫ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോസിക്സിന്റെ ക്രീം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് മിനിമലിസ്റ്റിൽ, ഡെർമക്കോയിൽ, അതുപോലെ തന്നെ ഓർഡിനറിയിലും അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഓർഡിനറിയാണ്. ഇത് നമുക്ക് ഡെയിലി നൈറ്റിൽ നിങ്ങളുടെ കഴുത്തിന്റെ ബേക്കിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു ബോഡി മോയ്സ്ചറൈസർ എടുക്കുക. ഈ സമയത്ത് നമുക്ക് HA BHA ബോഡി മോയ്സ്ചറൈസർ വേണ്ട, കാരണം ഓൾറെഡി നമ്മളൊരു HA സാധനം കൊടുത്തിട്ടുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ്. അത് ഒരു സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ പിഗ്മെന്റേഷൻ വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. സോ അതുകൊണ്ട് നമുക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ മിനിമലിസ്റ്റിന്റെ നയാസിനമൈഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ, വാസ്ലിന്റെ ഗ്ലൂട്ടാഹയ ബോഡി മോയ്സ്ചറൈസേഴ്സും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കോജിക് ആസിഡ്. ഇത് ഡബിൾ ബെനിഫിറ്റ് കിട്ടും. കോജിക് ആസിഡും ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. ഇത് നമ്മൾ ഫേസിൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറമാണ്. ഇത് നിങ്ങൾക്ക് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാം. മോർണിംഗിൽ നിങ്ങൾ ഫേസിൽ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ കൂടെ കഴുത്തിന്റെ ബേക്കിൽ കുറച്ച് കോജിക് ആസിഡ് സിറം ഒരു 4 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നൈറ്റിലും ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്തിട്ട് കോജിക് ആസിഡിന്റെ സിറം അപ്ലൈ ചെയ്യുക. ദെൻ നിങ്ങളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് വീക്കിലി ചെയ്യാൻ പറ്റുന്ന റൊട്ടീൻ എന്തെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ബോഡി സ്ക്രബ് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ പീൽ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും കെമിക്കൽ പീൽ യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. അതാണ് കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ പീൽ തന്നെ കഴുത്തിന്റെ ബേക്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പുറത്ത് പോകാത്ത ദിവസം നൈറ്റിൽ മാത്രം കെമിക്കൽ പീൽ യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് മാത്രം ബോഡിയിൽ അപ്ലൈ ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അവിടെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണം നിങ്ങൾ ഏത് ബോഡി വാഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് യൂസറും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏത് ബോഡി വാഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ഉള്ള ബോഡി വാഷസ് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ നിങ്ങളുടെ എന്താ പറയുന്ന ഇത് യൂസ് ചെയ്യാം, നിങ്ങളുടെ കെമിക്കൽ പീൽ നൈറ്റ് യൂസ് ചെയ്യാം. ദെൻ നിങ്ങളുടെ കോജിക് ആസിഡ് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്താൽ മതി, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ മോർണിംഗിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഒരു ബോഡി സൺസ്ക്രീൻ. നമ്മുടെ വിഷ്കയിൽ, അരവിയിൽ, അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിൽ, സൺസ്കൂപ്പിൽ ഒക്കെ നമുക്ക് ബോഡി സൺസ്ക്രീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബോഡി വേസ്റ്റിലൊക്കെ ബോഡി സൺസ്ക്രീൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല ചേഞ്ച് 3 to 4 മന്ത്സിൽ ഉണ്ടാവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, സ്കിൻ കെയർ ഒരു മാജിക് ബോണ്ട് അല്ല, ടൈം എടുക്കും. പ്രത്യേകിച്ച് കഴുത്തിന്റെ ബേക്കിലെ സ്കിന്നിനൊക്കെ മാറാനായിട്ട് ടൈം എടുക്കും. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ഒരു റിച്വലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് കാണാനും പറ്റും. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ബോഡി പ്രോബ്ലം ആണ് നമ്മുടെ ബാക്ക് ആക്നെ, അതായത് നമ്മുടെ മുതുകത്ത് വരുന്ന കുരു. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ട് ക്ലോത്ത്സ് ഇട്ട് വിയർപ്പൊക്കെ തടഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക്, അതല്ലെങ്കിൽ തലയിൽ താരനുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ബാക്ക് ആക്നെ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ പ്രോപ്പറായിട്ട് ബോഡി ഹൈജീൻ സൂക്ഷിക്കാത്ത ആൾക്കാർക്ക്, അതായത് പ്രോപ്പറായിട്ട് ബോഡി വാഷ് ചെയ്യാത്ത ആൾക്കാർക്ക്, പ്രോപ്പർ ഡ്രസ്സസ് ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്യാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓക്കെ ഫൈൻ ഇന്ന് ഇട്ടതല്ലേ അധികം നേരം ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാത്രിയും എടുത്തിരുന്നത്, അങ്ങനത്തെയൊക്കെ സ്വഭാവമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബോഡി ആക്നെ നമ്മൾ കാണാറുണ്ട്. സോ ഫസ്റ്റ് നിങ്ങളുടെ റീസൺ എന്താണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഓയിലി സ്കാൽപ്പ് കാരണമാണോ എന്ന് നോക്കുക, അതല്ല നിങ്ങൾ ഓവറായിട്ട് വിയർക്കുന്നതാണോ, നിങ്ങൾ ഡ്രസ്സസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ, അതല്ലെങ്കിൽ തലയിലുള്ള ഫംഗസ് ഡാൻഡ്രഫ് കാരണമാണ് ഈ ബാക്ക് ആക്നെ ഉള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഇതെല്ലാം നമുക്ക് റിസോൾവ് ചെയ്താൽ അതിനുശേഷം നമ്മൾ ആക്നയുടെ കാര്യം ചെയ്തിട്ട് കാര്യമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് നോക്കാം. ഇനി ഞാൻ ഈ പറഞ്ഞ എല്ലാ റീസൺസിനും ഒറ്റ സാധനം ഒഴിച്ച്, ഒരൊറ്റ റീസൺ ഒഴിച്ച് ബാക്കി എല്ലാവരും നമുക്ക് ഒരേ കാര്യം ചെയ്യാം. ആ ഒറ്റ റീസൺ മാറ്റിവെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നിങ്ങളുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഫംഗൽ ബാക്ക് ആക്നെ മാറ്റാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുക. ദെൻ ആ ഷാമ്പു യൂസ് ചെയ്യുന്ന സെയിം ടൈം നിങ്ങളുടെ ബോഡിയിൽ ഇതേ ഷാമ്പു കൊണ്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഒരു ഫംഗൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും, അത് കാരണം ഉണ്ടാകുന്ന ആക്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ മസ്റ്റ് ആയിട്ടും ഒരു ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. ഈ സമയത്ത് ഏറ്റവും നല്ലത് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ വെള്ളം കണക്ക് തോന്നുന്ന ബോഡി മോയ്സ്ചറൈസറിൽ
എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മിനിമലിസ്റ്റിന്റെ നാഫിനമൈഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ. ഏറ്റവും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അതുപോലെയാണ് ഒരു നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ ആണ് നമ്മുടെ വാസ്ലിന്റെ ഗ്ലൂട്ടാഹയ ബോഡി മോയ്സ്ചറൈസർ. പിങ്ക് ബോട്ടിലും അതെ, ബ്ലൂ ബോട്ടിലും അതെ, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് അല്ലാത്ത ബാക്ക് ആക്നി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബോഡി വാഷാണ് സാലിസിലിക് ആസിഡ് അടങ്ങിയ ബോഡി വാഷ്. നമ്മുടെ ബി ബോഡി വൈസില് മിനിമലിസ്റ്റിലും ഒക്കെ സാലിസിലിക് ആസിഡ് അടങ്ങിയ ബോഡി വാഷ് ഉണ്ട്. അത് കുഞ്ഞു കുഞ്ഞു ആക്നെ, അതായത് പസ്ഫിൽഡ് മോക്കൊരു ബേക്ക് ആക്നെ അല്ലാണ്ട് ചെറിയ ചെറിയ ബേക്ക് ആക്നെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സാലിസിലിക് ആസിഡ് അടങ്ങിയ ബോഡി വാഷാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് കുളിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ആക്റ്റീവ് പീരീഡ് നമ്മുടെ സ്കിന്നിൽ കിട്ടും. അതിനുശേഷം ഒരു BHA അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ AHA BHA ബോഡി മോയ്സ്ചറൈസർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ സുഗന്ധയുടെ ബോഡി മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ കെമിസ്റ്റഡ് ക്ലേയുടെ ബോഡി മോയ്സ്ചറൈസറും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. വിഷ്കേന്റെ AHA BHA ബോഡി മോയ്സ്ചറൈസർ നല്ല ഓപ്ഷനാണ്. ഇത് 2 റീസൺ കൊണ്ടാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. ബാക്ക് ആക്നെ മാറ്റാനായിട്ട് അതിനകത്ത് BHA ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക് ആക്നെക്ക് ശേഷം ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഇല്ലേ, പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടുള്ള AHA ഇതിനകത്തുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സാലിസിലിക് ആസിഡ് ടോണറോ, അതിപ്പോൾ BHA ടോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ, AHA BHA ടോണേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും BHA ടോണേഴ്സ് നമ്മുടെ ഫിക്സ്റ്റമയിൽ സാലിസിലിക് ആസിഡ് സ്പ്രേസ് അവൈലബിൾ ആയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബോഡി മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. അതല്ല നിങ്ങളുടെ ബോഡിയിൽ പസ്ഫിൽഡ് ആയിട്ടുള്ള ആക്നെയാണ് ഉള്ളതെങ്കിൽ, അതായത് പിമ്പിൾസ് ഉണ്ട്, നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടില്ലേ, അങ്ങനെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബെൻസോൽ പെറോക്സൈഡ്. ബെൻസോൽ പെറോക്സൈഡിന്റെ സോപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻസോൽ പെറോക്സൈഡിന്റെ ഫേസ് വാഷസ് യൂസ് ചെയ്യാം. ഇത് രണ്ടും ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. ഈ ചില സമയത്ത് നമുക്ക് ബെൻസോൽ പെറോക്സൈഡ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈനെസ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ബെൻസോൽ പെറോക്സൈഡും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സാലിസിലിക് ആസിഡ് ബോഡി വാഷസും യൂസ് ചെയ്യാവുന്നതാണ്. ബെൻസോൽ പെറോക്സൈഡിന്റെ സോപ്പ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻസോൽ പെറോക്സൈഡിന്റെ ഫേസ് വാഷ്, ഡെർമക്കോലോ, അതല്ലെങ്കിൽ നമ്മൾ ബി ബോഡി വൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്, അത് തന്നെ യൂസ് ചെയ്താലും മതി. ഇത് നമുക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറവല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ബോഡി ഫുള്ള് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നില്ല. ഫേസ് വാഷ് എവിടേക്കാണോ നിങ്ങൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ യൂസ് ചെയ്താലും മതി. ബെൻസോൽ പെറോക്സൈഡ് ബോഡി വാഷസ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, സാലിസിലിക് ആസിഡ് ബോഡി വാഷ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൻസോൽ പെറോക്സൈഡിന്റെ ക്രീം വാങ്ങിക്കാൻ കിട്ടില്ലേ, 2.5%, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താലും ഈ ഒരു പസ്ഫിൽഡ് ആയിട്ടുള്ള പിമ്പിൾസിന് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. അത് കാരണം ഉണ്ടാകുന്ന പിഗ്മെന്റേഷന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി AHA അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സ്, അതായത് സുഗന്ധയുടെ AHA ബോഡി മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ വിഷ്കെയറിന്റെ AHA BHA ബോഡി മോയ്സ്ചറൈസർ, കെമിസ്റ്റഡ് ക്ലേയുടെ AHA ബോഡി മോയ്സ്ചറൈസറും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അടുത്തതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് ഈ കുരുവൊക്കെ വന്നിട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അതിന്റെ പാട് ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും, അത് ലീവ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് AHA BHA അടങ്ങിയ ഒരു ബോഡി വാഷും അതുപോലെ തന്നെ ഒരു ബോഡി മോയ്സ്ചറൈസറും ആണ്. ഞാൻ നോർമലി ചെയ്യാറുള്ള എന്തെന്ന് വെച്ചാൽ ഒരു AHA BHA ബോഡി വാഷസ് ഞാൻ ഫോളോ അപ്പ് ചെയ്യും. ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കെമിസ്റ്റഡ് ക്ലേയുടെ AHA BHA ബോഡി വാഷ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുക ഏതെങ്കിലും സാലിസിലിക് ആസിഡ് അടങ്ങിയ ബോഡി വാഷ് ആയിരിക്കും. കറന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്റ്റഡ് ക്ലേയുടെ AHA BHA ബോഡി വാഷ് ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി എൻ്റെ ബോഡിയിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, പ്രത്യേകിച്ചും ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷം പിന്നെ എനിക്കൊരു AHA ബോഡി മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനൊരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നയാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസർ ബോഡിയിൽ ഫുള്ള് അപ്ലൈ ചെയ്യും. ഇതാണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ മോർണിംഗിൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു AHA അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് ബോഡി സോപ്പ് ഒന്നും തേക്കരുത്, ജസ്റ്റ് ഞാനൊന്ന് ഫ്രഷ് പല്ലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ബോഡി ഒന്ന് വെറ്റ് ചെയ്ത് ബോഡി ഒന്ന് ഉണക്കിയതിന് ശേഷം ഞാനൊരു AHA BHA ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ സുഗന്ധയുടെ ബോഡി മോയ്സ്ചറൈസർ ആയിരിക്കും യൂസ് ചെയ്യാറുള്ളത്, പക്ഷെ കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കെമിസ്റ്റഡ് ക്ലേയുടെ തന്നെ ബോഡി മോയ്സ്ചറൈസർ ആണ്, AHA ബോഡി മോയ്സ്ചറൈസർ ആണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറ്. അതിനുശേഷം ഞാൻ ഡെഫിനറ്റ്ലി ഈവൻ ദോ ഞാൻ ചില സമയത്ത് സ്ലീവ്ലെസ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ബാക്ക്ലെസ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. കാരണം സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി നമ്മുടെ പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ വീക്കിലി വൺസ് ഞാൻ ഓൾ ഓവർ ദി ബോഡി ഒരു കെമിക്കൽ പീൽ ചെയ്യാറുണ്ട്. മിക്കവാറും ഓർഡിനറിയുടെ കെമിക്കൽ പീൽ ആയിരിക്കും, അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ, അല്ലെങ്കിൽ ഡെർമക്കോഡ്, അല്ലെങ്കിൽ അണ്ടർ റൈറ്റിന്റെ കെമിക്കൽ പീൽ നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് കെമിക്കൽ പീൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോഡി സ്ക്രബ്. ഇപ്പൊ ചില വീക്കിൽ ഇപ്പൊ എനിക്ക് ഈ പ്രാവശ്യം കെമിക്കൽ പീൽ വേണ്ട, കാരണം കെമിക്കൽ പീൽ കുറച്ച് റേറ്റ് ഉള്ള സാധനമല്ലോ, നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക്
കുറച്ച് എമൗണ്ട് വേസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നി കഴിയുകയാണെങ്കിൽ, അധികം ടാനിങ് ഒന്നും ഇല്ല, പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യാറ് ഏതെങ്കിലും ഒരു ബോഡി സ്ക്രബ് ആയിരിക്കും. ബി ബോഡി വൈസിന്റെ 10% AHA ബോഡി സ്ക്രബാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ്. അപ്പൊ ഇത്രയാണ് ഞാൻ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി പിഗ്മെന്റേഷൻ മാറ്റാൻ മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ പിമ്പിൾ പിഗ്മെന്റേഷൻ മാറ്റാൻ മാത്രമല്ല, ടാനിങ് മാറ്റാനായിട്ട് ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലുള്ള പോസ്റ്റ് ആക്നെ പിഗ്മെന്റേഷൻ മാത്രമല്ല, പോസ്റ്റ് ടാനിങ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റൊട്ടീനാണ് ഇത്. അടുത്ത പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോബെറി സ്കിൻ, അതായത് കെരാറ്റോസിസ് പൈലാരിസ്. ഇതെങ്ങനെ മാറ്റാന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രോബെറി സ്കിൻ അഥവാ കെരാറ്റോസിസ് പൈലാരിസ് എന്നുള്ള സാധനം മാറ്റാനായിട്ട് AHA BHA ബോഡി വാഷാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് AHA ബോഡി വാഷ്. ഒന്നും നോക്കണ്ട, AHA അടങ്ങിയ ബോഡി വാഷ് വാങ്ങിക്കുക, ബോഡി നന്നായിട്ട് കഴുകുക. ദെൻ ഒരു AHA അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് മോയ്സ്ചറൈസർ ഒന്നുമില്ല, ലിറ്ററലി നിങ്ങളൊരു BHA അടങ്ങിയ സുഗന്ധയുടെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസറോ, അതല്ലാന്നുണ്ടെങ്കിൽ കെമിസ്ട്രി AHA ബോഡി മോയ്സ്ചറൈസറോ, അതല്ലെങ്കിൽ വിഷ്കറിന്റെ AHA BHA ബോഡി മോയ്സ്ചറൈസറോ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ബോഡി മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം വെച്ചാൽ അത്രയും നന്നായിട്ട് ഡെഡ് സ്കിൻ ഉള്ളതുകൊണ്ട് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്, പിഗ്മെന്റേഷൻ ഫ്യൂച്ചറിൽ വരാതിരിക്കാനായിട്ട്, പിഗ്മെന്റേഷനിൽ വീണ്ടും നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസർ പിടിച്ചു നിർത്താനായിട്ട് ഇത്രയും തിക്കായിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കെരാറ്റോസിസ് പൈലാരിസ് ആണെങ്കിൽ വേറെ റൊട്ടീൻ ഒന്നും ചെയ്യണം. ഈ രണ്ട് റൊട്ടീൻ, അത് AHA അടങ്ങിയ ബോഡി വാഷും AHA അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. വീക്കിലി വൺസ് ഡെഫിനറ്റ്ലി കെമിക്കൽ പീൽ അല്ല, എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ തന്നെ യൂസ് ചെയ്യുക. കാരണം ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെരാറ്റോസിസ് പൈലാരിസ് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യേണ്ട സാധനമാണ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്. അതിനുവേണ്ടി നിങ്ങൾ കോഫി സ്ക്രബ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ കെമിസ്ട്രി കോഫി സ്ക്രബ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ കഫീന്റെ ബോഡി സ്ക്രബ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ബി ബോഡി ബേസിന്റെ ബോഡി സ്ക്രബ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വീക്കിലി വൺസ് ഇത് ഡെഫിനറ്റ്ലി ഒരു സ്ക്രബ് ഫേസ് ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാലിലും ഇതുപോലെ കെരാറ്റോസിസ് പൈലാരിസിലെ ആൾക്കാർക്ക് കാലിലും ചില സമയത്ത് ഭയങ്കര തിക്കായിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറിയ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് BHA ബോഡി മോയ്സ്ചറൈസറിലും സംഭവം നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ടു യൂറിയ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ, നമ്മുടെ മോയ്സ്ചറൈക്സ്, അതല്ലെങ്കിൽ നമ്മൾ ബി ബോഡി വോയിസിൽ തന്നെ യൂറിയ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കെരാറ്റോസിസ് പൈലാരിസ്, അത് ഡെഡ് സ്കിൻ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും പറ്റും, യൂറിയ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ബോഡിയിലുള്ള മോയ്സ്ചറൈസർ പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് കെരാറ്റോസിസ് പൈലാരിസ് അഥവാ സ്ട്രോബെറി സ്കിന്നോട് ടാറ്റ ബൈ ബൈ പറയാം. അടുത്തതാണ് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ. കഴുത്തിലുള്ളത് പോലെ കൈമുട്ടിലും കാൽമുട്ടിലും പിഗ്മെന്റേഷൻ വരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫ്രിക്ഷൻ ആണ്. അതായത് ഇങ്ങനെ കൈകുത്തി നിൽക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വരാം. അപ്പോൾ മുട്ടുകുത്തിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കാലിന് എന്തെങ്കിലും കുഷനിങ് എഫക്റ്റിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നീ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത കൈ കുത്തി നിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഡാർക്ക്നെസ് ആണോ എന്ന് നോക്കുക, സൺ ഡാമേജ് ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ സ്കിൻ തിക്കായിട്ടാണോ ഇത് വരുന്നതെന്ന് നോക്കുക. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ക്രീമോ ടോണറോ സിറമോ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗ്ലൈക്കോസിക്സ് ക്രീം, അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണേഴ്സ്, മിനിമലിസ്റ്റിൽ, ഡെർമക്കോയിൽ, അതുപോലെ ഓർഡിനറിയിലുള്ള ടോണേഴ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. കൈമുട്ടിലായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ പറയുന്നത് ക്രീം തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളവ. എന്നിട്ട് നിങ്ങൾക്ക് കൈമുട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ AHA അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം. കാരണം കുറച്ചുകൂടെ തിക്കായിട്ടുള്ള സ്കിൻ, കഴുത്തിനേക്കാളും കുറച്ചുകൂടെ തിക്കായിരിക്കും ചിലപ്പോൾ കൈമുട്ടിലുണ്ടാവുക. സോ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ബോഡി മോയ്സ്ചറൈസർ തന്നെ ഫോളോ അപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമലിസ്റ്റിന്റെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതായത് നിയാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസർ, ഗ്ലൂട്ടായയുടെ ബോഡി മോയ്സ്ചറൈസർ, അത് തന്നെ ഫോളോ അപ്പ് ചെയ്യാം. ദെൻ ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങളുടെ സൺസ്ക്രീൻ. കാരണം പ്രത്യേകിച്ച് കൈ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കയ്യിൽ അധികം തിക്കായിട്ട് ഫുൾ കൈയൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ളത്, ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇടുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് ലൂസായിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യാനായിട്ട്, ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈമുട്ടിലും കാൽമുട്ടിലും പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും.
വീക്ക്ലി വൺസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും മറക്കണ്ട. കോജിക് ആസ്റ്റർ നിങ്ങൾക്ക് ഡെയിലി കൈമുട്ടിലും കാൽമുട്ടിലും യൂസ് ചെയ്യാവുന്ന സാധനമാണ്. സോ ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ബോഡി പിഗ്മെന്റേഷന്റെ കാര്യം, ബോഡി കൺസേൺസിന്റെ കാര്യം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് Q&A അതല്ലെങ്കിൽ അല്ലാണ്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ബട്ടൺ അടിക്കുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യം കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ അത് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് ട്യൂസ്ഡേ കാണുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.